പകൽക്കാലം പിന്നെയും പല ഭവനങ്ങളിൽ ഇരുന്നവരായ ഇടയങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഒരവസരം കൂടെ ദൈവമായ കർത്താവ് ഒരുക്കി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്രയോ ഉപകാരങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അതേ അവിടുന്ന് നൽകി തന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ അവസാന മാസം വരെയും ദൈവം അവിടുത്തെ ഭദ്രമാർന്ന ചിറകടിയിൽ അടിയങ്ങളെ സൂക്ഷിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ലോകം വലിയ വിപത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, ഭയങ്കരമായിട്ടുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ, അതിൻ്റെയൊക്കെയും മധ്യത്തിൽ എല്ലാവിധത്തിലും അടിയങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് അവിടുത്തെ ചിറകടിയിൽ പരിപാലിച്ച എല്ലാ കൃപകളെയും ഓർത്ത് രാവിലെ സമയം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പിന്നെയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടിയങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ, നിൻ്റെ ചിറകൻ മറവിൽ ആണടിയങ്ങൾ ആയിരിക്കുന്നത്. ദൈവമേ, നിൻ്റെ ആ വിരിക്കപ്പെട്ട ഷെക്കൈനയുടെ കീഴിൽ അടിയങ്ങളായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ആരാധന അവിടുത്തേക്ക് സുഗ്രാഹ്യമായി തീരത്തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇടപെടുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകണം. ആരാധനയെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആരാധിപ്പാനുള്ള ബലം കൊടുക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും സാക്ഷിപ്പാനും നിൻ്റെ വചനത്തിലെ ആലോചന വീണ്ടും ഐശ്വര്യമായി നൽകി തരുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവ് ചന്തമായി ഇടപെടുമാറാകണം. ആദിയോടന്തം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൻ കീഴിൽ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. സ്തോത്രം എല്ലാം ചന്തവും ഉചിതമായി തീർത്തക്കവണ്ണം നിൻ്റെ വചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള ആരാധന, സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധന ഇന്ന് പകൽക്കാലം ഇവിടുന്ന് ഉയരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമാറാകണം. ഇന്ന് രാവിലെ സമയം കർത്താവെ, ദൂരത്തായിരിക്കുന്ന അറ്റ്ലാന്റയിലേക്ക് കടന്നു പോയിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഷാബുവിനോട് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ മകനെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പകൽക്കാലം കർത്താവെ, അടിയങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയങ്ങളോടൊപ്പം അതേ ശുശ്രൂഷയിൽ വരുവാൻ കഴിഞ്ഞില്ല എന്ന് വരികയും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അത് ആരാധിക്കുന്ന ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണം. എല്ലാ മാനവ മഹത്വം അവിടുന്ന് എടുക്കണം. അനുഗ്രഹത്തോടെ അടിയങ്ങളെ ഇരുത്തുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ട് കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. നമുക്ക് മലയാളം പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി സൗകര്യം മുമ്പോട്ട് കടന്നു വരാം. പ്രൈസ് ലോർഡ്. ഈ രാവിലെ കാലം ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ആരാധിപ്പാൻ തക്കണം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ഇവിടെ വാളണ്ടിയറായിട്ടാണ് ഒന്ന് പാടുന്ന, ആരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ല. അതുകൊണ്ട് പാടാൻ കഴിവുള്ളവരൊക്കെ മുൻപോട്ട് കടന്നു വന്ന് പാടുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ആരാധനയിൽ പഴയ ഗാനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പാട്ട് പാടണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. അങ്ങനെ ഈ ദിവസങ്ങളിൽ പുതിയ പാട്ടുകളുടെ കളക്ഷൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ പല പാട്ടുകൾ കാണുകയുണ്ടായി. എന്നാൽ അത്തരം പാട്ടുകൾ നമ്മുടെ ആരാധനാ ഗീതങ്ങളിൽ ഉൾപ്പെടുത്തണമോ അല്ലെങ്കിൽ പാടണമോ എന്നുള്ളൊരു വലിയ ചിന്ത എൻ്റെ മനസ്സിൽ കൂടി ഈ ഒരാഴ്ച കടന്നു പോവുകയായിരുന്നു. അതിന് നിദാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു നിരൂപകനൊന്നുമല്ല. എന്നാൽ എന്നേക്കാൾ വളരെ ആഴത്തിൽ അതിന് തക്ക ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി വരാനിടയായി തീർന്നു. അതുകൊണ്ട് വേറൊരു പാട്ട് എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അത് ഒരു ആരാധനാ ഗീതമല്ല, നമ്മുടെ ഒരു അനുഭവ ഗീതമായിട്ട് പാടി ഈ രാവിലെ കാലം ദൈവത്തെ വാഴ്ത്താൻ നമുക്ക്. യേശുവിൻ നാമം എൻ പ്രാണൻ രക്ഷ. ഈ ഗാനം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാവുന്നവരും അറിയാത്തവരും പാടാൻ പറ്റിയ രീതിയിലുള്ളൊരു ഈണമാണ് ഇതിനുള്ളത്. നമുക്ക് ചേർന്ന് ദൈവത്തെ ഈ ഗാനം പാടി മഹത്വപ്പെടുത്താം. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണൻ
രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയിൻ കരുതലുണ്ട്. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയിൻ കരുതലുണ്ട്. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പോരുകളെ. വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം, മറക്കുക വ്യാധിയിൻ പോരുകളെ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭവിക്കയില്ല, പാതയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, പാതയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം പിന്നെയും നമുക്ക് തലകളെ വണക്കി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള സമയമാണല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ നാമം എൻ പ്രാണന് രക്ഷ, യേശുവിൻ രക്തം എൻ വീടിന് മുദ്ര. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നാം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് യേശുവിൻ നാമം എൻ പ്രാണന് രക്ഷ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും ഹോസ്പിറ്റലുകളിൽ അതേ പോകുന്നു വരുന്നു. ദിവസവും നമ്മുടെ സൂക്ഷ്മത കൊണ്ടല്ല, നമ്മുടെ കഴിവുകൊണ്ടല്ല, അവൻ്റെ അതേ നാമം നാം ധരിച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ്റെ രക്തത്താൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നുള്ള
ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തം നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് ഇന്ന് പകൽക്കാലം പിന്നെയും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൂട്ടി വരുത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ അതേ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ ഒരാഴ്ചക്കാലമെന്ന് മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസക്കാലം മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലം, സംഭവബഹുലമായൊരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നു പോയിരിക്കുകയാണ്. സ്തോത്രം. അനർത്ഥങ്ങൾ നമ്മെ വിട്ട് നമ്മുടെ തലയ്ക്ക് മീതെ കടന്നു പോയപ്പോൾ, രോഗം നമ്മുടെ ചുറ്റുപാടും അതേ കടന്നു വന്നപ്പോൾ, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കയില്ലെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം നമ്മെ ചുറ്റിയിരിക്കുന്നത് കൊണ്ട്, നമ്മോട് കൂടെയുള്ളത് കൊണ്ട്, നമ്മെ അവൻ രക്തത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പകൽക്കാലം പിന്നെയും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കി തിന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്ത് അല്പസമയം സ്തുതിച്ചു കൊണ്ടിരിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തോത്രം ചെയ്താട്ട് പ്രിയമുള്ളവരെ. സ്തോത്രം. ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നാം എങ്ങനെ മൗനമായിരിക്കാൻ ഇടയായിത്തീരും. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നെന്ന് വരികിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ സ്തോത്രം അത് കൊമ്പിനും കുളമ്പിനുമുള്ള കാളയേക്കാൾ അത് വിലയേറിയതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും പ്രായമുള്ളവരും കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും ഭവനങ്ങളിലുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പകൽക്കാലത്തെ ആരാധന ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം, അത് സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, കടന്നു വന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, അത് ദേശത്തിൻ്റെ വിടുതലിന് കാരണമായി തീരുവാൻ തക്കവണ്ണം, ഇന്ന് കർത്താവെ ഈ രാജ്യത്തിന് ഈ രാജ്യത്തിന് അത് വിടുതലായി തീരുവാൻ തക്കവണ്ണം, ഈ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥകൾക്ക് അത് വിടുതലായി തീരുവാൻ തക്കവണ്ണം, ലോക സമാധാനത്തിന് അത് ഇടയായി തീരത്തക്കവണ്ണം, കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് അത് വിടുതലായി തീരുവാൻ, അത് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ ആരംഭിപ്പാൻ തക്കവണ്ണം, ശത്രുവിൻ്റെ കോട്ടകൾ ഇടിയുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ നമ്മെ അറ്റ്ലാന്റിൽ കടന്നു പോയിരിക്കുന്നു. പാസ്റ്റർ സാമുവൽ അറ്റ്ലാന്റിലേക്ക് കടന്നു പോയി എന്നെ വിളിച്ച് വിവരങ്ങൾ പറയുവാനിടയായി. ഈ ആഴ്ച കാണുകയില്ലെന്ന്, അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ആളുകൾ ചുരുക്കമെങ്കിലും ആത്മാവിൽ ഒരുക്കമുള്ളവരായി നാം ദൈവസന്നിധിയിലായിരിക്കുന്നെന്ന് വരികിൽ അല്പം കൊണ്ടും അധികം കൊണ്ടും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നവനായ സർവശക്തിയുള്ളവനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെയും അനുഗ്രഹിപ്പാൻ മതിയായവനാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരിമാരിൽ നിന്ന് ഒരാളും സഹോദരന്മാരിൽ നിന്ന് ഒരാളും പ്രാർത്ഥിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലത്തെ യോഗത്തെ ആരംഭിക്കാം. സ്തോത്രം, സ്തോത്രം. സഹോദരിമാരിൽ നിന്ന് ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂക്ഷിച്ച് പരിപാലിച്ചു. അടിയുടെ കണ്ണിനെ കണ്ണിനിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് പരിപാലിച്ച് ജീവന് വേണമെന്നും ഭക്തിക്ക് വേണമെന്നും കർത്താവ് അടിങ്ങൾക്ക് നൽകി തന്ന് ഹല്ലേലൂയ. അടിങ്ങളെ പരിപാലിച്ച കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദിയോട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ഹല്ലേലൂയ. രാവിലെ സമയം കർത്താവിൻ്റെ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് കർത്താവെ നന്ദിയോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പറയാനുള്ള സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞാൻ എൻ്റെ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ എൻ്റെ കർത്താവിനെ രാവിലെ സമയം അടിങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, അടിങ്ങളെ ഹല്ലേലൂയ നിന്നതല്ല കർത്താവ് ഓരോ ദിവസവും ഹല്ലേലൂയ
ഞങ്ങളെ നിർത്തുന്നു, ഞങ്ങളെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും കർത്താവേ ഹല്ലേലൂയ മതിയാകയില്ല കർത്താവേ. ശ്രേഷ്ഠന്മാർ പ്രഗത്ഭരായവർ അനേകർ കർത്താവേ ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്നും കർത്താവേ മാറ്റപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി ഒരു പ്രാവശ്യം ഇവിടെ നന്ദി കയറിയിട്ടുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വിശുദ്ധ സഭയപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ കുടുംബമാട്ടപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. മടക്കയാത്രയിൽ കർത്താവ് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെ അപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവേ ആലോചന പറഞ്ഞു കൊടുത്ത് ഓരോ കുടുംബങ്ങളെയും കർത്താവ് നടത്തണമേ കർത്താവേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം തലമുറകളെല്ലാം അപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരെല്ലാം ആയിരിക്കും സ്ഥാനത്ത് കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ കർത്താവേ. ദൈവസഭയിൽ കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രവൃത്തി ഹല്ലേലൂയ നടക്കുവാൻ തമ്പുരാൻ ഇടയാക്കണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ കർത്താവേ. ദൈവസഭയെ പണിയുവാൻ കർത്താവേ ഹല്ലേലൂയ മനുഷ്യർക്കാർക്കും കഴിയുകയില്ല, എന്നാൽ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളിലും കർത്താവേ ഒരു ഉണർവ് കർത്താവേ. എല്ലാ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഒരു ഉണർവ് കർത്താവ് അയക്കണമേ ദൈവമേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ലോകത്തിൽ കർത്താവെ കണ്ണിൽ കാണുന്ന എല്ലാം മണ്ണിൽ മറഞ്ഞു പോകുന്നതാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി കർത്താവെ ഓരോ ദിവസവും നിത്യതയ്ക്ക് വേണ്ടി കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ അടിയങ്ങളെ ഹല്ലേലൂയ ശോധന ചെയ്ത് കർത്താവെ ഓരോ ദിവസവും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഹല്ലേലൂയ ലോകത്തിൽ കർത്താവിന് വേണ്ടി കർത്താവെ ഉണർവോടെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ ചിലത് ചെയ്യുവാൻ കർത്താവെ അന്ത്യകാലത്തിൽ കർത്താവെ അപ്പന് വേണ്ടി നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവിനെ ഉയർത്തിക്കാട്ടുന്ന കുടുംബങ്ങളായിട്ട് കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ നിൽപ്പാൻ തക്കോണം അടിയങ്ങളെ ഓരോരുത്തരെയും അടിയങ്ങളെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും സഹായിക്കണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കുകയാണ്. പകൽ സമയത്തെ ആരാധനയെ അപ്പൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ കടന്നു വന്ന അനുഗ്രഹമായെന്ന് പറയത്തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ കർത്താവെ പ്രവൃത്തി കാണുവാൻ ഹല്ലേലൂയ അപ്പൻ്റെ തേജസ് കാണുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്നോടത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാവശ്യം കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിക്കുന്നു. മാനവും മഹത്വം തന്നെ ഇരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, 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 hallelujah. സ്തോത്രം കർത്താവേ. ഞങ്ങൾ കടന്നു പോയിരിക്കുന്ന ദിവസത്തായിരിക്കും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ആയിരിക്കുന്ന സ്ഥലങ്ങളിലും കർത്താവ് ഇന്ന് നടക്കുന്ന ശിശുക്കളെല്ലാം കർത്താവെ വളരെ ദൈവം നിൻ്റെ നാമത്തിനായി തീരുവാൻ നീ അവിടെ സഹായിക്കണമേ എന്നടിയും താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് ദൂരത്തായും ഭവനങ്ങളിലായും ഞങ്ങളുടെ ഇന്നത്തെ ആരാധന അവിടെ നിന്ന് ശ്രവിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി തീരുവാൻ കർത്താവെ നീ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ രോഗത്തിൻ്റെ പ്രയാസത്താൽ കർത്താവെ അനേകർ ഹോസ്പിറ്റലുകളിലും അവിടെ ഇവിടങ്ങളിലൊക്കെ അഭയം പ്രാപിച്ചിരിക്കുന്ന വേളയിൽ കർത്താവെ നിൻ്റെ കരം അയച്ച് കർത്താവെ നീ അവിടുന്ന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവെ നിൻ്റെ നാമവത്തിനായി തീരുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ, സങ്കീർത്തനം, പാട്ട്, എല്ലാ കാര്യം സാക്ഷി എല്ലാം കർത്താവെ നിൻ്റെ നാമവത്തിൽ കൂടി മാത്രമായി തീരുവാൻ നീ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വീണ്ടും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവമടിഞ്ഞ പൊന്നേശ്വരൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ സങ്കീർത്തനം വായിക്കുവാൻ തക്കോണം ജോജി ജോർജിന് ക്ഷണിക്കുന്നു. Praise God. For today's meditation, let's turn to Psalm 4, Nalam Sankirtanam. Psalms 4, Nalam Sankirtanam. Answer me when I call you, O my righteous God. Give me relief from my distress. Be merciful to me and hear my prayer. Know that the Lord has set apart the godly for himself. The Lord will hear when I call to him.
offer right sacrifices, and trust in the Lord. You have filled my heart with greater joy than when their grain and new wine abound. I will lie down and sleep in peace, for you alone, O Lord, make me dwell in safety. Hallelujah. Let us lift our hands and praise our God. Hallelujah. Hallelujah. Praise God. Heavenly Father, we thank you for helping us to be in your presence this morning, Father God. We pray that your presence be with us and talk to us and give us the word that we needed for this week, Father God. We also bring all those who are unable to be in the church this morning, Father God. Be with all of us. In Jesus' name we pray. Amen. Hallelujah. Praise God. I want to read the last part of Psalms 4 one more time, verse 8. I will lie down and sleep in peace, for you alone, O Lord, make me dwell in safety. Before I start, I asked Priya what should I say. She said, just throw in a couple of jokes in there, Dad. So I want to attempt a small joke quickly. So there was this dentist. So she decided to take her two assistants to lunch one day. So they went out to lunch and had nice lunch. And on the way back, they see this golden lamp on the side of the road. They were excited because they heard about golden lamps before. So they ran over to the golden lamp, pick it up, and they rub the lamp really fast. Poof, comes out the genie. And the genie goes, today is your lucky day. All of you will get a wish. And they're like, oh, let me go first. The genie picks the first assistant, and the first assistant goes, I want to be in Hawaii drinking a cold lemonade and just having a nice vacation. Poof, she's in Hawaii drinking a nice lemonade, having a wonderful vacation. And the second assistant looks at the genie and said, me too. Then what's your wish? Oh, I want to be in Colorado, skiing down the slopes, drinking hot chocolate, having a nice vacation. Poof, she goes. She's in snow-covered mountaintop, skiing down and drinking hot chocolate. Then the dentist is left. The genie looks at the dentist and said, what's your wish? The dentist looks at the watch. Oh my God, it's 1 o'clock. I have patients waiting in the clinic. Can you please bring both of them back quick? Poof, they're back in the clinic. Okay, it didn't really happen, I guess, as far as I know. Okay, let's come back to the verse we read. I will lie down and sleep in peace, for you alone, O God, make me dwell in safety. And as I was reading this, and I think this is very applicable to all of us, including me, as we're living in this time of the pandemic, the COVID, our sleep is very important to us. And when we lay down, that is when we go through everything that have happened to us or that is going to happen to us, or all our worries, our fears, our difficulties, our anger, our frustrations, we take that to the bed. So when we lay down to sleep in peace, instead we find our mind racing around and our sleep is disturbed. And many of us go through this. It's not just for one person, or it's not just for a young person or an old person or a godly person or ungodly person. All of us experience this. When we lay down, when everything goes silent, when the lights are turned off, that is the time we find ourselves worrying about things that are out of our control. But here, David is saying, I will lie down and sleep in peace. I will lie down and sleep in peace. Now, how is he doing this? Now, I want to share a quick story that I think I shared this story before also. There's two carpenters, and one was an older carpenter. He's been working for years and years. And another guy is a young guy, just joined. And every morning they will come. The older guy is happy, fresh from sleeping all night, ready to go to work. And the young guy just drags himself out to the workplace. He's tired,
baggy eyes, didn't get good sleep, grumpy. So the younger guy kept watching the older guy. Every day he comes all ready to go, even though he was old. So the young guy asked, hey, what's your secret? Why are you always happy? How come you don't have any stress or worries? So the old guy said, well, I'll share my secret with you. So the next day, the old guy comes and he gives him this little plant. And the young guy goes, what's with the plant? Oh, that's the worry tree. Go plant it in front of your house. So when you go back home, before you get inside the house, just take your worry and hang them on that tree, and they will disappear in the morning. See, that's what I do. When I go home, I take all my worries and troubles and problems, I'll just hang it on that tree. That's my worry tree. I'll let the tree worry about everything. Then I get a good night's sleep, come back refreshed. See, we also have a worry tree. David said, we have a worry tree. He said, I lie down in peace because you alone, Lord. The secret is you. You are my worry tree. See, when I lay down to sleep, when the light goes down, goes off, when everything goes silent, when the kids stop talking, it's not time to dig up all the worries of the day and dwell on it. But it is the time to take all the worries and problems and the stresses and the pandemic we are worried about, the elections, the job, the loans, the races, the nagging boss. All those are not to be dug up when we are getting ready to sleep. Instead, David is saying, take your worry in the darkness of night and just hang it on my worry tree, that is God, my Father. Because He's strong enough to be my shelter. He is strong enough to be my healer. He is strong enough to be my deliverer. Even though my enemies are after me, even though there are so many issues I know that I cannot solve, or I don't even know how to face tomorrow. But tonight, when I lay down to sleep, if I silence my heart and if I pray to my God and say, Father God, these problems that I carry with me, they're too big for me, but I know they are light for you. So here I am laying down on your branches. I'm hanging all my issues, all my sorrows, all my problems and worries on you. And as I lay down, let me sleep in peace. My brothers and sisters, as we are living in this time of uncertainty, in the time of economic downturn, global pandemic, David is reminding, he wrote this psalm thousands of years ago, and he had worries just like we have worries. But he found a solution. He found a worry tree to hang his worries. And this morning, our God is reminding us again, a couple of thousands of years later, that same tree is there for us when we are faced with worries we cannot handle. May God bless us. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 4-ാം സങ്കീർത്തനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. നീതിയായ ദൈവം, എൻ്റെ നീതിയായ ദൈവം എന്ന് നാം വിളിക്കണമെന്ന് വരികിൽ ദൈവം നീതിമാനാണ്. എന്നാൽ നമ്മുടെ നീതി ദൈവം മുമ്പാകെ എപ്രകാരം ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നാം ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. ദാവീദ് ദൈവസന്നിധിയിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ, അതെ,
തനിക്ക് ധൈര്യത്തോടുകൂടെ പറയുവാൻ തക്കവണ്ണം കഴിയും, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ അപ്രകാരമായിരിക്കുന്നു. അതിനനുസരണമായിട്ട് അതേ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അടുത്തു വന്ന് നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. നമുക്ക് ദൈവത്തോട് എൻ്റെ നീതിയായ ദൈവമേ എന്ന് അതേ പ്രാർത്ഥിപ്പാൻ ഇടയാക്കി തരുന്ന തൻ്റെ കൃപ കൊണ്ട് നമ്മെ നീതിമാന്മാരാക്കി തീർത്ത ദൈവത്തിന് അതേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാം വായിക്കുമ്പോഴെന്താണ് നാം കണ്ടത്? എൻ്റെ ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഇപ്പോഴും ഞെരുക്കത്തിലാണ് ഇരിക്കുന്നത്, പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എങ്കിലും ആ ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ നമുക്കൊരു വിശാലത നൽകി തരുന്ന ദൈവത്തിന് നന്ദിയോടുള്ള സ്തോത്രം. അനേകർ ഞെരുക്കത്തിൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. അനേകർ ഞെരുക്കത്തിൽ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞവരുണ്ട്. കഷ്ടതയുടെ തീച്ചുളയിൽ അമർന്നു പോയവരുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ഈ മധ്യത്തിൽ കഷ്ടതയുടെ നടുവിൽ വിശാലത വരുത്തി തന്ന് മുമ്പോട്ട് നടത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ ഈ പ്രകൃതിയുടെ മഴയുടെ തണുപ്പിൻ്റെയും മധ്യത്തിലും ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഇത്രയും ദൈവമക്കൾക്ക് ഇവിടെ കടന്നു വരുവാൻ തക്കോണം ദൈവമായ കർത്താവ് ഇടയാക്കി തീർത്തത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പൽക്കാലം പിന്നെയും ടെസ്റ്റിമണി ആൻഡ് മെമ്മറി വേർഡ്സ് ഫോർ ദ ചിൽഡ്രൻ ആൻഡ് ദെൻ അഡൾട്ട്സ്. എല്ലാവരും ചിൽഡ്രൻസ് മുമ്പോട്ട് കടന്നു വന്നായിട്ട് ദൈവം സഹായിക്കട്ടെ.
Father of kindness, you have poured out grace. You brought me out of darkness, you have filled me with peace. Giver of mercy, you're my help in time of need. Lord, I can't help but sing. Faithful you are, faithful forever you will be. Faithful you are, and all your promises are yes and amen. And all your promises are yes and amen. Beautiful Savior, you have brought me here. You pulled me from the ashes, you have broken every curse. Blessed Redeemer, you have set this captive. Lord, I can't help faithful you are, faithful forever you are, faithful you are, and all your promises are yes and amen. And all your promises are yes and amen. Faithful you are, faithful forever you will be. And faithful you are, and all your promises are yes and amen. And all your promises are yes and amen. And I will rest in your promises. My confidence is your faithfulness. I will rest in your promises. My confidence is your faithfulness. And I will rest in your promises. My confidence is your faithfulness. And I will rest in your promises. My confidence is your faithfulness. Faithful you are, faithful forever you will be. And faithful you are, and all your promises are yes and amen. Faithful you are, and faithful forever you will be. And faithful you are, and all your promises are yes and amen. And faithful you are, and faithful forever you will be. And faithful you are, and all your promises are yes and amen. And all your promises are yes and amen. And
all your promises are yes and amen. പ്രൈസ് ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സഹായിച്ചത് ഓർത്ത് സ്തോത്രം. ദൈവമേ, അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്ന് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. അനുഗ്രഹമാക്കി തീർക്കണം. നിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരച്ചിറകൻ മറവിൽ അടിയങ്ങളായിരിക്കാൻ പിന്നെ സഹായിക്കണം. മാനവമോഹത്തോട് അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ദൈവസന്നിധിയിലിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഭവനത്തിലായിരിക്കാൻ തക്കവണ്ണം ഇടയായി. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മെക്കാൾ ഉപരിയായിട്ട് അറിയുന്ന നമ്മുടെ സർവശക്തനായ ദൈവമുണ്ട്. നാം എവിടെയായിരുന്നാലും അവിടുത്തെ ചിറകൻ മറവിൽ നമ്മെ പരിപാലിക്കുന്നു, നമ്മെ സൂക്ഷിക്കുന്നു. എല്ലാ ദൈവത്തിൻ്റെ കൃപകളെയും ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ സാമുവേൽ എന്നോട് പറഞ്ഞു, ഇന്ന് പകൽക്കാലം സഭായോഗം നടത്തണം. കഴിഞ്ഞ ഞാൻ രാത്രിയിലും ഞാൻ തന്നെയായിരുന്നു ലീഡ് ചെയ്തതും സൺഡേ സ്കൂള് ബൈബിൾ സ്റ്റഡി നടത്തിയതും ഒക്കെയും. ഇത്രത്തോളം ദൈവം തന്നെയും ആയിരിക്കുന്ന സ്ഥാനം ദൈവം സൂക്ഷിച്ചല്ലോ. ദൈവത്തിൻ്റെ എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഈ മുഖമൂടിയൊക്കെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മൗനം, ഒരു ക്ഷീണം പറയാം, ഒരു ഉണ്ട്, എനിക്കറിയാം. എങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിട്ടാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പോൽക്കാലം ദൈവവചനത്തിലൊരു വാക്യം ഇങ്ങനെ ഉണ്ടല്ലോ, അല്പം കൊണ്ടും അധികം കൊണ്ടും ദൈവത്തിന് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. ആയതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നെന്ന് വരികിൽ, വിനയപ്പെടുത്തുന്നെന്ന് വരികിൽ അല്പം കൊണ്ടും നമുക്ക് ധാരാളമായിട്ട് നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. എനിക്ക് നന്നായിട്ടറിയാം. പാസ്റ്റർ ഇവിടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു മൗനത നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലായിരിക്കും, എങ്കിലും ഞാൻ പറയുകയാണ്, അതൊക്കെ നമുക്ക് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽക്കാലം ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു, ഇന്ന് പകൽക്കാലം നിൻ്റെ ആ വചനത്തിൽ നിന്ന് കൂടെ ഇടപെട്ട് എന്നെ തൃപ്തിപ്പെടുത്തി അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ വാസ്തവമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് പിന്നെയും ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം അതിൻ്റെ 21-ാം വാക്യം. ആരെങ്കിലും ശബ്ദം കേട്ട് വായിക്കണം. വിലാപങ്ങൾ 5:21. ദൈവത്തിന് സ്തോത്രം. വാക്യം ഇങ്ങനെയാണ്: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ദൈവത്തിന് സ്തോത്രം. ഇത് ഈ വിലാപങ്ങളുടെ പുസ്തകം എഴുതിയിരിക്കുന്നത് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം യിരെമ്യാ പ്രവാചകൻ തന്നെയാണ്. ഇസ്രായേൽ ജനം നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് അവരെ അടിമപ്പെടുത്തി കൊണ്ടുപോയി അവരെ അടിമകളാക്കി വെച്ച് അവിടെ അവരെ അടിമകളാക്കി കൊണ്ടുപോകുന്നതും ആ പ്രവാസത്തിലായിരിക്കുന്ന കഷ്ടമേറിയ ജീവിതവുമൊക്കെ കണ്ടുകൊണ്ട് യിരെമ്യാ പ്രവാചകന്
അവരുടെ ആ ദുഃഖവും മറ്റും മനസ്സിലാക്കി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം എന്നാണ് പറയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്നൊരു പകൽക്കാലം ഒരു മടങ്ങിവരവ് ഇസ്രായേൽ ജനത്തിന് ആവശ്യമായിരുന്നു. ബാബിലോണിൻ്റെ അടിമത്വത്തിൽ കഴിഞ്ഞുകൂടുവാനല്ല ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മടങ്ങിവരവിനായിട്ട് അവരാഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമായ നാം കുറച്ച് പേരാണെന്ന് വരികിലും നാം ആയിരിക്കുന്ന അവസ്ഥകൾ നാം തൃപ്തിപ്പെടുവാനല്ല, നമുക്കൊരു മടങ്ങിവരവിൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ഒരു കാലത്ത് എങ്ങനെ വിളിച്ചു വേർതിരിച്ചു ദൈവസന്നിധിയിൽ ആക്കി വെച്ചു. ആ അവസ്ഥയിൽ നിൽക്കുകയും പലപ്പോഴും നാം പുറകോട്ട് പോയിട്ടുണ്ടെന്ന് വരികിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഞാൻ പാട്ട് പാടാറില്ല, പാട്ട് പാടുന്നത് എനിക്ക് അതിനുള്ള കഴിവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു പഴയ പാട്ടാണ്. ആ പഴയ പാട്ടിൻ്റെ 2 ഈരടികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. അറിയാവുന്നവർ ചേർന്ന് പാടാം. ആണ്ടുകളാകവേ തീർന്നിടും ആയതിൻ മുന്നമേ, ആകവേ തീർന്നിടും ആയതിൻ മുന്നമേ, നാഥാ നിൻ കൈകളിൻ വേലയെ ജീവിപ്പിക്കണമേ, നാഥാ നിൻ കൈകളിൻ വേലയെ ജീവിപ്പിക്കണമേ, നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം തേടുവാൻ കൃപയേകണമേ സ്വർഗനാഥ, നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം തേടുവാൻ കൃപയേകണമേ സ്വർഗനാഥ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾഗണ നാദാ, ആത്മതേജസ്സിനാലേ മേവാൻ ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി, ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞുപോയി, ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമായി, ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമായി, വന്നാലും നിന്നാലേ തന്നാലും നിന്നാവിയെ തവ വാഗ്ദത്തം പോൽ ദൈവനാഥ, വന്നാലും നിന്നാലേ തന്നാലും നിൻ ജീവിയെ തവ വാഗ്ദത്തം പോൽ സ്വർഗനാഥ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾകയും നേരം നാഥ, ആത്മതേജസ്സിനാലേ മേവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ പാട്ട് എഴുതിയത് മുട്ടങ്ക് വരിച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ആ പാട്ട് എഴുതിയത് സാഹചര്യങ്ങളൊക്കെ ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലങ്ങളിലെ ആരാധനയും വിശ്വാസവും ത്യാഗവും സ്നേഹവും സന്തോഷവും ഒക്കെ കുറഞ്ഞു പോയിട്ട് താൻ നോക്കിയപ്പോൾ നാമധേയമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്നുള്ള ഒരു ചിന്തയിലാണ് കർത്താവിൻ്റെ ദാസൻ ഈ പാട്ട് എഴുതിയെന്ന് പറയുകയുണ്ടായി. അത് എത്രത്തോളം അതനുഭവിക്കുന്ന അറിയുന്ന ആളുകൾക്കറിയാം. ഒരുപക്ഷെ ആദ്യകാലങ്ങളിലെ ആരാധനകൾ അനുഭവിച്ചിട്ടുള്ളവർക്കും കണ്ടിട്ടുള്ളവർക്കും അറിയാം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം കടന്നു വന്ന് ആയിരിക്കുമ്പോൾ നാം വായിച്ചതായ വേദഭാഗത്തേക്ക് മടങ്ങി വരികയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇസ്രായേൽ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവർക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ഇനിയും അവർക്ക് മടങ്ങിപ്പോകണമെന്ന് വരികിൽ അവിടെ ദൈവത്തിൻ്റെ ബലമുള്ള കരം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയുമെന്ന്
അവർക്ക് മനസ്സിലായി. അവർക്കറിയാം മിസ്രൈമിൽ നിന്ന് അവരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ബലമുള്ള കരം കൊണ്ട് മാത്രമാണെന്ന് ഇസ്രായേൽ മക്കൾക്കറിയാം. എന്നാൽ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ മരുഭൂമിയിലും അവർ കനാൻ ദേശത്ത് എത്തിച്ചേർന്നതിന് ശേഷവും അവർ പലപ്പോഴും പിന്മാറിപ്പോയി ദൈവത്തെ വിട്ട് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർ ഈ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് അവർക്കറിയാം. എങ്കിലും പിന്നെയും അവരെ മടക്കി വരുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവർ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യഹോവേ ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പിന്നെയും പറയുകയാണ്, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ദൈവത്തിന് സ്തോത്രം. എത്രയോ അനുഗ്രഹീതമായിട്ടുള്ള കാലങ്ങളാണ് കഴിഞ്ഞ കാല ജീവിതത്തിൽ വിട്ടുപോയത്. ചെങ്കടൽ കടന്നപ്പോൾ മിറിയാം തപ്പെടുത്ത് പാടി. അത് മാറായിലെത്തുന്നവരെയും വിശപ്പും ദാഹവും അറിയാതെ അവർ നൃത്തം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി. മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നു, അതിനെ ദൈവം മധുരമാക്കി തീർത്തു. ആകാശത്തു നിന്ന് മന്ന പൊഴിപ്പിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവരുടെ അതേ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരെ വഴി നടത്തി. അവരുടെ ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവരെ മറച്ചു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു. കനാൻ ദേശത്ത് അവരെത്തിച്ചേർന്നപ്പോൾ ഒരുവൻ 1000 ഓടിക്കും. അവരുടെ മുമ്പിൽ യെരിഹോവിൻ്റെ മതിലുകൾ ഇടിഞ്ഞു വീണു. അവരുടെ മുമ്പിൽ ശത്രുവിനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം സൂര്യനെയും ചന്ദ്രനെയും യോശുവ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് പിടിച്ചു നിർത്തി. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളുടെ ദൈവം, എത്ര അത്ഭുതങ്ങളുടെ ദൈവമാണ്. എങ്കിലും അവരെ വിട്ട് പിന്മാറി ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കിതൊക്കെ സംഭവിക്കേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു. അവർ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കഴിയുന്നത്, ദൈവമേ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ കാലങ്ങളിൽ അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ? കൊറോണ വൈറസിനെ ഒന്ന് മാറ്റിത്തരണേ എന്നൊക്കെ. അതെ, കഴിഞ്ഞ ഒരു 75-80 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ദൈവദാസന്മാരുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. മണ്ടമേടി അക്കോച്ചൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ പറയും, ആന കുത്താൻ ഓടി വരുമ്പോൾ നിൽക്കവിടെ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആനയോട് കൊമ്പനാനയോട് നിന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ആ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ അവർ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് നടക്കുമായിരുന്നു. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള സമർപ്പണം, ദൈവവുമായിട്ടുള്ള ആ ബന്ധം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ പോകുന്നത്? എങ്കിലും ദൈവം തൻ്റെ ദയനിമിത്തം, ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം തൻ്റെ വിശ്വസ്തത നിമിത്തം ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നിറപടിയായിട്ട് നിവർത്തിക്കുക തന്നെ ദൈവം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ അവിശ്വസ്തതയോ മനുഷ്യൻ്റെ അവസ്ഥകളോ അല്ല ദൈവം നോക്കുന്നത്. ദൈവം ചെയ്യുവാനുള്ളത് ദൈവം നിറപടിയായിട്ട് ചെയ്തെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിക്കാം. ഈ മടങ്ങിവരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടത്തും പ്രാർത്ഥനയുണ്ട്, പലയിടത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. 1-2 വാക്കുകൾ. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3:2. ഹബക്കൂക്ക് 3:2. യഹോവേ ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ അതിനെ വെളിപ്പെടുത്തണമേ. യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. സ്തോത്രം. ഒന്നാമതെന്താണ് പറഞ്ഞത്? നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ജീവിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജീവനുണ്ടെന്ന് പറയുന്നുവെങ്കിലും എങ്ങനെയുള്ള അവസ്ഥയിലാണ്? മരിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ദൈവത്തിന് സ്തോത്രം.
ആണ്ടുകൾ കഴിയും മുമ്പ് ദൈവമേ അതിനെ വെളിപ്പെടുത്തണമേ. ഈ ദിവസങ്ങളിലായിട്ട് ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്. ദൈവമേ, ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ ജീവിപ്പിക്കണമേ. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുത്തണമേ. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം അത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നെന്ന് പറയത്തക്കവണ്ണം അത് പ്രവർത്തിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ലോകം കണ്ട് അംഗീകരിക്കുമാർ ഇത് ദൈവം തന്നെ പ്രവർത്തിച്ചുവെന്ന് വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തിൻ്റെ ജനം ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടി? ദൈവത്തിന് സകലത്തിന്മേലും അധികാരമുണ്ടെന്നുള്ളത് ലോകജാതികൾ അറിയുന്നതിന് വേണ്ടി. ദൈവത്തിൻ്റെ പ്രവർത്തനം ലോകത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം. ദൈവത്തിന് സ്തോത്രം. ഇനിയും 126 സങ്കീർത്തൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആ ആ ആ ആ ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പിന്നെയും അത് പാടുകയാണ്. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ ആരോഹണ ഗീതങ്ങളിൽ പെട്ട ഒരു സങ്കീർത്തനമാണെന്ന് നമുക്കറിയാം. പാടുകയാണ് ഇങ്ങനെ: യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയ കാര്യങ്ങളൊക്കെ അറിയാം. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവിടെയും ഇസ്രായേൽ ജനത്തെ നെബൂഖദ്നേസർ ചക്രവർത്തി, അശൂർ രാജാക്കന്മാർ, ബാബിലോൺ രാജാക്കന്മാർ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയെന്ന് വരികിലും അവരുടെ അവസ്ഥ ഇപ്പോൾ അത് ആ ദേശക്കാരെ പോലെ ആയി തീർന്നിരിക്കുകയാണ്. അവിടെ അവർ വീടുകൾ പണിത്, അവിടെ അവർ ബിസിനസ്സുകൾ ചെയ്ത്, അവിടെ തങ്ങളുടേതായിട്ടുള്ള സെറ്റിലൊക്കെ കാര്യങ്ങളെല്ലാം ശരിയാക്കി അവിടെ തന്നെ ആയിരിക്കുക. കാരണം ഇനിയും ഒരു മടങ്ങിപ്പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടികളെക്കുറിച്ചോ അവർക്ക് വലിയ ആഗ്രഹമോ ചിന്തയൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവ സിയോൻ്റെ അതേ പ്രവാസികളെ മടക്കി വരുത്തപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ ഇപ്പോഴും അവർ സ്വപ്നം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോഴും അവിടെയും അതേ ആ സ്വപ്നം കണ്ടുകൊണ്ടുള്ള അവസ്ഥയാണ്. അന്ന് പറയുന്ന ഒരു കാര്യം, അന്ന് അവരുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് ഞങ്ങൾ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ജനത്തിനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നമ്മെക്കുറിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുമ്പോട്ട് ജീവിപ്പാൻ തക്കവണ്ണം നാം എവിടെയായിരുന്നാലും ഒരുക്കമുള്ളവരായി മുമ്പോട്ട് ജീവിക്കണം. ഒന്നാമത് നാം അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. ഒന്നാമത് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മെക്കുറിച്ചുള്ളത് എന്താണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അടിമകളായിരിക്കാനല്ല, ശത്രുവിൻ്റെ പിടിയിൽ അമർന്നിരിപ്പാനല്ല, നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധിതരായിരിക്കാനല്ല, നാം സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുന്നവരായിട്ട്, ദൈവത്തിന് വേണ്ടി പിന്നെയും പ്രവർത്തിക്കുന്നവരായിട്ട്, ദൈവത്തിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം, ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഗ്രഹിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രദേശങ്ങളിൽ കൊണ്ടുവന്നെന്ന് വരികയിൽ നാം പലപ്പോഴും പലതിൻ്റെയും മുമ്പിൽ അടിമകളായിട്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാതെ മുമ്പോട്ട് ജീവിച്ചു പോയിട്ടുണ്ടെന്ന് വരികയിൽ നമ്മെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം കഴിയും. എങ്ങനെയാണ്? സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. അന്ന് അവരുടെ വായിൽ ചിരിയും ആർപ്പും ഉണ്ടായിരുന്നു എന്നൊക്കെ അതേ പറയാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ നെബൂഖദ്നേസർ രാജാവ് അടിമകളായിട്ട് കൊണ്ടുവന്നു.
70 വർഷത്തെ പ്രവാസം കഴിഞ്ഞപ്പോൾ ദാനിയേൽ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വിടുതലിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അതേ ദാനിയേലിന് ദൈവം മറുപടി കൊടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു 70 വർഷം കഴിയുമ്പോൾ ബാബേൽ ചക്രവർത്തിയുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ച് അവരുടെ ദേശത്തേക്ക് അവരെ മടക്കി അയക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മടക്കി അയക്കുമെന്നുള്ള ആ കൽപ്പനകളൊക്കെ വരുമ്പോൾ തന്നെ ദൈവം മുമ്പ് കൂട്ടി പല കാര്യങ്ങൾ ഇപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതുവരെ മനസ്സിലാക്കുന്നില്ല. 2 ദിനവൃത്താന്തം 36-ൻ്റെ 22 വാക്യം എന്ന് വായിച്ചാണ്. 22 ഞാൻ വായിക്കും. എന്നാൽ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർശ്യ രാജാവായ കോരേശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർശ്യ രാജാവായ കോരേശിൻ്റെ മനസ്സുണർത്തി അവൻ തൻ്റെ രാജ്യത്തെല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ പാർശ്യ രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ നിന്ന് അവൻ്റെ ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അവൻ്റെ ജനമായിട്ട് ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രസ്താവന ആരാണ് അത് ഇറക്കുന്നത്? ഈ പ്രസ്താവന ആരാണ് ഈ കൽപ്പന കൽപ്പിക്കുന്നത്? പാർശ്യ രാജാവായ കോരേശ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്ന യെശയ്യാ പ്രവാചകനിൽ കൂടി സ്വർഗസ്ഥനായ ദൈവം അത് മുമ്പ് കൂട്ടി കൽപ്പിച്ചിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞു, കോരേശ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, ഒരു രാജാവ് പാഴ്സി രാജ്യത്തിൽ നിന്നുണ്ടാകും. അവനെൻ്റെ ഇടയൻ, അവനെൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്ന്. ആ പാഴ്സി രാജാവ് കോരേശാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. അവിടെ യെരുശലേമിൽ ആലയം പണിയപ്പെടണം. അതിന് അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെന്ന് വരികിൽ അവർ യാത്ര പുറപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ. അവർ യാത്ര പുറപ്പെടട്ടെ, ദൈവം അവരോടുകൂടെ ഇരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എത്ര നല്ല കൽപ്പനയാണ് അത്! ശത്രു അവരെ അടക്കി ഭരിക്കുന്ന ഒരു പുറജാതിക്കാരനായ ചക്രവർത്തിയിൽ നിന്നും അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ നല്ലൊരു അവസരമാണ്. എന്തിനു വേണ്ടിയിട്ട്? മടങ്ങിപ്പോകാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ മടങ്ങി വരുവാനായിട്ട് ദൈവം ചിലരെ ഉണർത്തും, ചില രാജാക്കന്മാരെ ഉണർത്തും, ചില ഭരണാധികാരികളെ ഉണർത്തും. എന്തിനു വേണ്ടിയിട്ട്? ദൈവസന്നിധിയിൽ മടങ്ങി വരാനായിട്ട്. അങ്ങനെ മടങ്ങി വരുമ്പോഴും മടങ്ങി വരുവാൻ തക്കവണ്ണം താല്പര്യമുള്ള ചില വ്യക്തി ജീവിതങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. രാജാവിൻ്റെ കൽപ്പന പുറപ്പെട്ടപ്പോൾ ഒരു ചുരുക്കം പേർ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കൽപ്പന പുറപ്പെട്ടു. രാജാവിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. എസ്രായുടെ പുസ്തകം 3-ാം വാക്യം കൂടെ വായിക്കുന്നു, 1:3. അതേ കൽപ്പന തന്നെയാണ്. നിങ്ങളിൽ ആരെങ്കിലും അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കട്ടെ. അവൻ യഹൂദിയയിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ആലയം പണിയട്ടെ. അവനല്ലോ യെരുശലേമിലെ ദൈവം. ഇത് പറയുന്നതും ആരാണ്? പാർശ്യ രാജാവായ കോരേശാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ കൽപ്പനകളൊക്കെയും പുറപ്പെട്ടെന്ന് വരികിലും ഇനി നമുക്ക് നോക്കാം. 2:64 വാക്യം വായിക്കും. ഇസ്രായേലിന്റെ പുസ്തകം 2:64. മതി, സ്തോത്രം. അപ്പോഴേ സഭ ആകെ 42,360 പേര് ഉണ്ട്. യഹൂദന്മാരെ യെരുശലേമിൽ നിന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബാബിലോൺ ചക്രവർത്തി അടിമകളായിട്ട് കൊണ്ടുവന്നതാണ് ഇങ്ങോട്ട്. ഇവിടെ വന്നതിന് ശേഷം 70 വർഷത്തിന് ശേഷം അവർ പിന്നെയും പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
അവിടെ അവർ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ലഭിച്ചപ്പോൾ അവിടെ അവർക്ക് ആനുകൂല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെയും പലപ്പോഴും രാജാക്കന്മാരുടെ ഭരണം മാറി മാറി വരുമ്പോൾ ലഭിക്കും. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ താവളം അവിടെ തന്നെ ഉറപ്പിച്ചു. അവരുടെ വലിയ ബിസിനസ്സുകളും അവരുടെ വലിയ ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മടങ്ങിപ്പോകാൻ ഇപ്പോഴും ആഗ്രഹമില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറയുന്നു, പുറജാതിക്കാരൻ രാജാവ് പറയുന്നു, യെരുശലേമിൽ ആലയം പണിയുവാൻ പുറപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയ ആലയം ദൈവം അവിടെ പണിയുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ അതേ ദാസന്മാർ അതിനുവേണ്ടി പുറപ്പെടുവാൻ സന്നദ്ധതയുള്ള പ്രാർത്ഥനാ വീരന്മാരായിട്ടുള്ളവർ, സമർപ്പണം ഉള്ളവർ, വിശ്വാസമുള്ളവർ, ദൈവത്തിൽ ഭക്തിയുള്ളവർ പുറപ്പെടട്ടെ. പുറപ്പെടുവാനുള്ള കൽപ്പന വന്നപ്പോൾ എത്ര പേരുണ്ട്? ലക്ഷക്കണക്കിന് ആളുകൾ ബാബിലോണിലേക്ക് പോയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ശെരുബാബേലിൻ്റെ അതേ കീഴിൽ, ഇസ്രായേലിൻ്റെ കീഴിൽ, നെഹമ്യയുടെ കീഴിൽ മതിൽ പണിയുവാൻ, സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ, ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ എത്ര പേരുണ്ട്? 42,360 പേര്. ദൈവത്തിന് സ്തോത്രം. അവരുടെ ദാസീദാസന്മാരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ അതേ പദ്ധതികളോട്, ദൈവത്തിൻ്റെ സമയങ്ങളോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എവിടെയായിരുന്നാലും ദൈവസന്നിധിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഇവിടെയുള്ള ചുറ്റുപാടുകളൊക്കെയും നമ്മെ വിട്ട് മാറിപ്പോകുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ അതേ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അതേ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ആലോചന, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നിവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ തക്കോണം ഈ ദിവസങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ ജനം അതേ പ്രത്യേക താല്പര്യപ്പെടണമെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അതേ രാജ്യത്തോട് ദൈവത്തിൻ്റെ ജനം അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇവിടെ ഒന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്? ഇസ്രായേൽ ജനം മിസ്രൈമിലേക്ക് ബാബിലോണിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ജനത്തിന് ഇങ്ങനെ അത് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളത് അവിടെ തന്നെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 2 ദിനവൃത്താന്തം 36-ന്റെ 17 മുതൽ 21 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വായിച്ചു കേട്ടു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവർ ബാബേലിലേക്ക് പോകുവാൻ തക്കോണം ഇടയായി തീർന്നത്. കൽദയ രാജാക്കന്മാരെ അവരുടെ നേരെ വരുത്തി, അവർ വാളിൻ്റെ ഇരയാക്കി തീർത്തു. അവരുടെ യൗവനക്കാരെയും ബാല്യക്കാരെയും അവർ അതേ അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. യെരുശലേം ദേവാലയത്തിലെ മനോഹരമായിട്ടുള്ള വസ്തുക്കളൊക്കെയും അവർ എടുത്തുകൊണ്ടുപോയി. ദേവാലയം തീ വെച്ച് ചുട്ടുകളഞ്ഞു. ഇങ്ങനെയൊക്കെ അത് സംഭവിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 5-22 വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കടന്നുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കയില്ല. സ്തോത്രം. ഇനി അതിൻ്റെ 31 വാക്യം 5-ന്റെ പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു.
എന്നാൽ ഒടുക്കൽ നിങ്ങൾ എന്തു ചെയ്യും? സ്തോത്രം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ അടിമകളായിട്ട് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? ദൈവം പറയുന്നു, എന്നെ ഭയപ്പെടുകയില്ലയോ, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ കടലിന് കൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു. ഈ ദൈവം എത്ര വലിയവനാണ്! ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല. കടന്നുകൂടാതെ വണ്ണം അതേ മണൽ കടലിന് അതിരാക്കി വയ്ക്കുന്നവനായ ദൈവം. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര ഇരച്ചാലും അതിൽ കടക്കയില്ല. സ്തോത്രം. പക്ഷേ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനമുണ്ട്. ഈ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവരെങ്ങനെയുള്ളവരായിരിക്കണം? ഇവരെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യണമെന്നായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ മരുഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മോശ കൽപ്പനകൾ എഴുതിയ കൽപ്പനകളുമായിട്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്ന, അതേ ദൈവത്തെ വിട്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിട്ടുമാറിയ ഒരു ജനമായിട്ട് മാറുവാൻ തക്കോണം ഇടയായി തീർന്നു. സ്തോത്രം. പലപ്പോഴും ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനം അതേ ദൈവസന്നിധിയിൽ നിന്നില്ല എന്ന് വരികിൽ ദൈവം അതേ ആ ജനത്തെ കൊണ്ട് അതേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കത്തില്ല. ആ ജനത്തെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അതേ പ്രവൃത്തികൾ നിവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരത്തില്ല. ദൈവം ആഗ്രഹിച്ചു, ഇവരെയെല്ലാം ഞാൻ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുമെന്ന്. എന്നാൽ അവസാനം വാളെടുത്ത് വെട്ടിയ അതേ സഹോദരനെന്നോ സഹോദരിയെന്നോ നോക്കാതെ, അപ്പനെന്നോ നോക്കാതെ വെട്ടിയ ലേവി ഗോത്രത്തിന് പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവനാമത്തിന് വേണ്ടിയിട്ട് വ്യവസ്ഥകൾക്ക് വേണ്ടി നേരെ നിന്നാൽ ദൈവം ആ ശുശ്രൂഷ ദൈവം ചെയ്യിക്കേണ്ട കാര്യങ്ങൾ നമ്മെക്കൊണ്ട് അതേ നിന്നെക്കൊണ്ട് ചെയ്യിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. പ്രവാചകന്മാർ വ്യാജമായിട്ട് പ്രവചിക്കുമ്പോൾ പുരോഹിതന്മാർക്ക് നല്ല അവസരമാണ്. ഇവരോട് ഒരു കൈയായിട്ട് നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം അതേ കഴിയും. എൻ്റെ ജനത്തിന് അതിഷ്ടമാകും. അപ്പോൾ പ്രവാചകന്മാർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? പ്രവാചകന്മാർ വ്യാജമായിട്ട് പ്രവചിക്കുക എന്നുള്ളത്. പുരോഹിതന്മാർക്കും അതിഷ്ടം. അവർ രണ്ടുപേരും കൂടി ഒരു കൈയായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇത് രണ്ടും ആർക്കിഷ്ടമാണ്? എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. പിന്നെ അതിൻ്റെ 14-ാം വാക്യം, സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് അവരെൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. അടുത്ത പരിപാടിയാണ്. സമാധാനമില്ല. ദൈവം അത് ഈ ജനത്തെ കൈവിട്ടിരിക്കുകയാണ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ ജനം മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ പ്രവാചകന്മാരെന്താ ചെയ്യുന്നത്? എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായിട്ട് ചികിത്സിച്ചു കൊണ്ടിരിക്കുക. ക്യാൻസറിൻ്റെ രോഗം ശരീരത്തിനുണ്ടെന്ന് വരികയിൽ അത് കീറിയെടുത്ത് കളഞ്ഞില്ലെന്നവരെ എന്തു ചെയ്യും? അതുകൊണ്ട് യാതൊരു രക്ഷയും ഉണ്ടാകത്തില്ല. എന്നാൽ അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണയൊക്കെ തേച്ച് ഒന്നുകൂടെ സോപ്പിട്ട് കഴുകി വെച്ച് കെട്ടി വിട്ടാലോ വല്ല പ്രയോജനമുണ്ടോ? സ്തോത്രം. ഇന്ന് അനേക പ്രസംഗങ്ങളും കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് സമാധാനത്തിൻ്റെ പ്രസംഗങ്ങളാണ്. ഇന്ന് അനേക ശുശ്രൂഷകളും കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല, നിങ്ങളെല്ലാം ദൈവം അത് അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്തും. ആത്മീയം ഭൗതികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തം ചെയ്തിട്ടുള്ള അനേക ശുശ്രൂഷകൾ ഈ കാലങ്ങളിലും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ മടങ്ങിവരവിനെ കുറിച്ചുള്ള തങ്ങളുടെ അവസ്ഥയെ കണ്ട് ഉണർന്ന് ദൈവസന്നിധിയിൽ മടങ്ങി വരുവാനുള്ള ഒരു പ്രസംഗങ്ങൾ ഈ ദിവസങ്ങളിൽ പോലും കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഹൃദയവേദനയോടുകൂടി അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, 6:14 വായിക്കാം. അത് വായിച്ചാണല്ലോ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുന്നു.
ആരെങ്കിലും വായിച്ചിട്ട് ആവർത്തന പുസ്തകം 22. ആ ആ ആ ദൈവത്തിന് സ്തോത്രം. ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി അത് യാത്ര ചെയ്ത് കൊണ്ടുവന്ന് മരുഭൂമിയിൽ അത് ദൈവം മോശ മുഖാന്തരം കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തപ്പോൾ ദൈവം അത് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന നീ കേട്ട് അവൻ്റെ സകല വചനങ്ങളും പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടക്കുമെന്ന് വരികിൽ ഞാൻ നിന്നെ എന്തോ ആക്കി തീർക്കും, ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് ഉന്നതമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ സകല ജാതികളിലും വെച്ച് ഉന്നതമാക്കി തീർക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ 27 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. എന്തോ ചെയ്താൽ നിൻ്റെ ദൈവമായ യഹോവയുടെ സകല കൽപ്പനകളും പ്രമാണിച്ച് അവൻ്റെ അതേ പ്രമാണങ്ങളിൽ കൂടി നടന്നാൽ, അവൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നീ സകല ജാതികളിൽ വെച്ച് നീ ഉന്നതമായി തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനമായ അതെ ഇന്ന് പൽക്കാലം എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, നാം ദൈവസന്നിധിയിൽ ദൈവമക്കളാണെന്ന് പറയുന്നെന്ന് വരികിലും ദൈവം നമ്മെ അത് ഏൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളനുസരിച്ച് ദൈവത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് നാം അത് ആ പ്രമാണങ്ങളെയൊക്കെയും മുറുകെ പിടിച്ച് ജീവിക്കുന്നെന്ന് വരികിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മെ എല്ലാ വിധത്തിലും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ സകലവിധമായിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങളാലും ഇന്ന് പോൽക്കാലം എന്താ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളെ നിറയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത്? സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ആത്മീയ അനുഗ്രഹങ്ങൾ അത് ഇവിടെ ഉണ്ടല്ലോ, ആത്മീയ അനുഗ്രഹങ്ങൾ. അതല്ല, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം തൻ്റെ പുത്രന് എന്തെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ടോ, ഏതെല്ലാം രീതിയിലുള്ള പദവികളുണ്ടോ, ഏതെല്ലാം രീതിയിലുള്ള അത് അധികാരങ്ങളുണ്ടോ, എന്തെല്ലാം സമ്പത്തുകളുണ്ടോ, അതിൻ്റെ മുഴുവനും കൂട്ടവകാശികളാക്കി ദൈവമക്കളെ തീർക്കാമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകലവിധമായിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറയ്ക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ ഇടപാടുകൾ ദൈവത്തിൻ്റെ അത് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ദൈവവചനം നാം ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം നാം എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെറും പ്രസംഗമല്ല, ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോഴാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടി നമ്മോട് പ്രസംഗിക്കുമ്പോഴാണ്, നമ്മോട് സംസാരിക്കുമ്പോഴാണ്. ആര് പ്രസംഗിക്കുന്നെന്നുള്ളതല്ല, എങ്ങനെ പ്രസംഗിക്കുന്നുള്ളതല്ല, വചനമാണ് സംസാരിക്കുന്നതെന്നുള്ളത്. വചനമാണ് സംസാരിക്കുന്നതെന്ന് വരികിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതിനെ ഏറ്റെടുക്കുന്നെന്ന് വരികിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ വാക്കുകൾ നാം ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ അത് ദൈവത്തിനെ സംസാരിച്ചപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഞാനിങ്ങനെ പറയുകയുണ്ടായി. യോശുവ ദൈവത്തോട് സംസാരിച്ചു. സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ? യോശുവ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നല്ല പറയുന്നത്, യോശുവ ദൈവത്തോട് സംസാരിച്ചു. ഇതുപോൽക്കാലം നമ്മുടെ ആവശ്യങ്ങളുണ്ടെന്ന് വരികിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തോട് സംസാരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ പൊടിപ്പും തൊങ്ങലും അതിൻ്റെ ലാംഗ്വേജും ഇതൊന്നും ദൈവം നോക്കുന്നില്ല. ആവശ്യങ്ങളുടെ മുഖത്ത്, പ്രശ്നങ്ങളുടെ നടുവിൽ, ശത്രുവിൻ്റെ പോരാട്ടത്തിൻ്റെ മുമ്പിൽ, രോഗങ്ങളുടെ മുമ്പിൽ നമ്മുടെ ആവശ്യവുമായിട്ട്
നാം പ്രാർത്ഥിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവകാശപ്പെടുത്തെന്ന് പറയുമ്പോൾ നാം അതിനെ പ്രാപിച്ചു കഴിഞ്ഞു. ദൈവം അതിനുവേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവം വലിയ ഉദ്ദേശങ്ങളോടുകൂടി, വലിയ തീരുമാനങ്ങളോടുകൂടി, വലിയ നമ്മെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടി നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചെന്ന് വരികിൽ, നമ്മെ മക്കളും അവകാശികളുമാക്കി തീർത്തെന്ന് വരികിൽ, നമ്മെ സിയോൻ യാത്രയിലേക്ക് യാത്രക്കാരായിട്ട് കൊണ്ടുവന്നെന്ന് വരികിൽ, 40,000 പേര് യെരുശലേമിൽ ദേവാലയം പണിയുവാൻ പുറപ്പെട്ടവരോടുകൂടി നാം ഇറങ്ങി പുറപ്പെടണം. വഴിയാത്രയിൽ എന്ത് സംഭവിക്കും? മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, അറേബ്യൻ മണലാരങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, യെരുശലേമിൽ എത്തുന്നവരെയും ശത്രുവിൻ്റെ പോരാട്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഉഷ്ണങ്ങളുണ്ട്, തണുപ്പുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ യെരുശലേമിൽ എങ്ങനെ എത്തിച്ചേരും, അവിടെ ചെന്ന് എങ്ങനെ ദേവാലയം പണിയും, എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന് പിൻവാങ്ങിക്കൊണ്ട്, എന്ന് നിരാശപ്പെട്ടുകൊണ്ട്, എന്ന് ക്ഷീണിച്ചുകൊണ്ട്, ഇവിടെ നല്ല സൗകര്യമാണല്ലോ, ഇറാഖിൽ അല്ലെന്നൊരു ബാബിലോണിൽ നല്ല സൗകര്യമാണല്ലോ, അവിടെ തന്നെ താമസിച്ചാൽ പോരെ, എന്തിന് വല്ലവരും പറയുന്നത് കേട്ടുണ്ട് പിന്നെയും യെരുശലേമിൽ മടങ്ങിപ്പോകുന്നു ചിന്തിക്കുന്നവരുണ്ടെന്ന് വരികിൽ, അവരെക്കുറിച്ച് നാം കാണുന്നത് എങ്ങനെയാണ്? അവരവിടെ തന്നെ താവളമുറപ്പിച്ച് അവിടുത്തെ പൗരന്മാരായി തീർന്നു. നമുക്കറിയാം, ഹിറ്റ്ലറുടെയും ലോകമഹായുദ്ധങ്ങളുടെയും സമയത്തൊക്കെ യഹൂദന്മാർ എന്തുമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ചെന്ന്. അവർക്ക് മടങ്ങിപ്പോകാനുള്ള സമയങ്ങളൊക്കെ ദൈവം പലപ്പോഴും കൊടുത്തതാണ്. എന്നാൽ അവിടുത്തെ സാഹചര്യത്തിൽ ഓരോ രാജ്യത്ത് അവർ തങ്ങി, അവർ ബന്ധുക്കളായി, മറ്റ് ജാതികളുമായിട്ട് ബന്ധുക്കളായിട്ട്, അവരുടെ ബിസിനസ്സുകളൊക്കെ ചെയ്ത് ഉന്നതന്മാരായിട്ട്, കോടീശ്വരന്മാരായിട്ടൊക്കെ അവിടെ ജീവിച്ചു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിപാടികൾ മാറിയപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെയും ദൈവം നിവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് കഷ്ടങ്ങളുണ്ടായി. ഹിറ്റ്ലർ അവരെ ലക്ഷക്കണക്കിന് കൊല്ലുവാൻ തൊക്കെ ഇടയായി. ഗ്യാസ് ചേമ്പറിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നു. അനേകരെ വാളിനും പല വിധത്തിലുള്ള മരണ രീതികളിൽ കൂടി വിധേയരാക്കി അവരെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം എന്താണ്? അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് തീത്തോസ് കൈസറിൻ്റെ ആക്രമണത്തിലും അനേകർ ലോകമെങ്ങും ചിതറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയെ പലപ്പോഴും അവർ മറത്തതുകൊണ്ട്, ദൈവസന്നിധിയിൽ അവർ വിശ്വസ്തരായി നിൽക്കാതിരുന്നത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആഗ്രഹിക്കാനുള്ളത്, ദൈവസന്നിധിയോട് അടുത്ത് വരിക, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുക. മറ്റുള്ളത് ലോകത്തിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ കർത്താവിൻ്റെ അവൻ വരച്ചു കാട്ടിയ മാതൃക അനുസരിച്ച് നാം മുമ്പോട്ട് പോകുക. അങ്ങനെയാണെന്ന് ഒരിക്കൽ നിശ്ചയമായിട്ടും നാം ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തരും. ഒരു വാക്യം കൂടെ വായിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു വാർത്ത എഫെസോസ് സഭയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എഫെസോസ് സഭയെന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയെ കാണിക്കുന്നതാണ്. ആ സഭയാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള സഭ. ആ സഭയുടെ ജീവിതത്തിൽ ഉള്ള വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യ സ്നേഹം കളഞ്ഞു എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം മാത്രം അവൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവിടെയും പറഞ്ഞിരിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെയും ഇന്ന് പകൽക്കാലം ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്നുള്ളത് ഞാൻ ഉൾപ്പെടെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പിന്നെയും ദൈവമേ, അടുത്ത നിമിഷത്തിൽ കർത്താവിൻ്റെ വരവാണെന്ന് വരികിൽ, അടുത്ത നിമിഷത്തിൽ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുന്നെന്ന് വരികിൽ, അടുത്ത നിമിഷത്തിൽ ഈ ലോകം വിട്ട് വിശുദ്ധന്മാർ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമയമായെന്ന് വരികിൽ, എൻ്റെ അവസ്ഥ നിശ്ചയമായിട്ടും കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാനിടയാകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇതുപോൽക്കാലം ദൈവമായ കർത്താവ് സഭയായിട്ട് എല്ലാവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നുപോൽക്കാലം ദൈവം നമ്മെ എല്ലാവരെയും അതിനുവേണ്ടി ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ചിരുന്നില്ലാത്ത ഇന്നുപോൽക്കാലത്തെ യോഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് വർഷിപ്പ് സഹോദരന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു.
നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് തൽക്കാലത്തെ യോഗം അവസാനിപ്പിച്ച് നമുക്ക് കടന്നു പോകാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ലോർഡ്. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല പകൽക്കാലത്തിനായിട്ട് പിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ ആ മേഘത്തിന് കീഴിലായിരിക്കാൻ തക്കവണ്ണം, തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആളുകൾ ചുരുക്കുമെങ്കിലും സ്വർഗം കനിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ പാട്ടും പ്രാർത്ഥനയും അതേ സങ്കീർത്തനവും തിരുവചനത്തിലെ ആലോചനയും എല്ലാം തിരുനാമ മഹത്വത്തിന് ഇടയാക്കി തീരുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിച്ചത് ഓർത്ത് സ്തോത്രം. ആദ്യ ഉടന്തം അവിടുന്ന് ഭരിച്ച് നടത്തിയല്ലോ. എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം കടന്നു വന്ന എല്ലാ നിൻ്റെ മക്കളെയും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഒരാഴ്ചക്കാലത്തെ ജീവിതത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കണം. അവരുടെ ഗമനത്തിലും ആഗമനത്തിലും ജോലി ചെയ്യുന്ന സ്ഥാനത്തും ഭവനത്തിലും എല്ലാം ദൈവമേ അവരെ സൂക്ഷിക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്ന അടിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെയൊക്കെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. ഞങ്ങളെ വിട്ട് അത് ആ അറ്റ്ലാന്റയിലായിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുത്തെ ബലമുള്ള കരം കൂടെ ഇരുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. സമാധാനത്തോടെ പിന്നെയും മടങ്ങി വരുവാൻ യാത്രയിലൊക്കെയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിങ്ങളുടെ കർത്താവ് എല്ലാ ആവശ്യങ്ങളും ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ സമർപ്പിക്കുന്ന അടികൾ അറിയുന്നില്ല എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ കർത്താവ് ദൈവത്തിൻ്റെ കരങ്ങളിലാകുന്നു. എല്ലാം നന്നായിട്ട് ചെയ്ത് ദൈവനാമം മഹത്വത്തിന് വേണ്ടി എല്ലാം തീരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ കാണാതണം എല്ലാവരെയും മറച്ചുകൊള്ളുമാറാകണം. വരവിന് വേണ്ടി അടികളെല്ലാവരെയും ഒരുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നിരന്തരമായി നാം എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം, സ്തോത്രം. Praise the Lord. Announcements for this week. We have Sunday school today from 6 to 7. Wednesday night prayer Bible study from 8 to 9. Then Friday night online intercessory prayer from 8 to 9. Then Saturday evening Sunday school from 7 to 8. Saturday night meeting from 8 to 9. Then we have Saturday night online youth fellowship, youth meeting from 9 to 10. And then Sunday service from 10 to 11:30. And then a couple of dates. Sunday school anniversary, 26, not this Saturday, the coming Saturday. So you will come and make your announcement about Sunday school. And then watch night service, December 31st from 11 to 12:30. And then annual general body meeting, January 3rd, after worship service. Hello, everyone. How are you guys doing? I hope you guys are healthy and safe. A couple of quick announcements about Sunday school. Anniversary will be not this Saturday, but the following Saturday. It will start at 6:30. Teachers some of them have already sent gifts, and so parents will be receiving gifts a little earlier than on the 26th. We wanted to make sure that all the students got gifts on the 26th, and to ensure that we had to send gifts a little early. So parents, keep it with you. It's from their Sunday school teachers. For Sunday school, we were allotted 125 per class, so gifts will be accordingly divided. And some class will get trophies, and the trophies will be delivered by the teachers as well. And then the other thing I wanted to mention was we were supposed to take class pictures this weekend, but since Pastor was out of town, we had to reschedule it to next week. So the Saturday Sunday school, Pastor and the teachers will join at the beginning of the class. We'll take our Sunday school picture that way on Zoom. And the Sunday classes, Pastor and Susan and I will join and take pictures that way. Following that, we'll have a teacher's picture, and I'll send out details about that as well.
Thank you, guys. All right, thank you. That's all the announcement.